മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി എലപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയെ KSIDC ക്ഷണിച്ച കത്ത് പുറത്ത്. മീറ്റിംഗിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുക്കുകയും ചെയ്തു. ബ്രൂവറിയെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദത്തിനിടെയാണ് കത്ത് പുറത്തുവന്നത്. അതിനിടെ ബ്രൂവറിക്ക് വെള്ളം അനുവദിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കത്തും പുറത്തുവന്നു. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്? അതായത് പഞ്ചായത്ത് പറഞ്ഞിരുന്നത് തങ്ങൾ ഈ ബ്രൂവറിയെ കുറിച്ച് യാതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം ചേർന്നപ്പോഴും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ ബ്രൂവറിയെ കുറിച്ച് തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2024 ഫെബ്രുവരി 14 ഇങ്ങനെ ഒരു മീറ്റിംഗ് KSIDC സംഘടിപ്പിച്ചിരുന്നത്. ഇതിലേക്ക് എലപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയെ ക്ഷണിക്കുന്ന കത്താണ് പുറത്തു വന്നത്. ഈ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം ഇത്തരത്തിൽ ഒരു ബ്രൂവറി ഇവിടെ വരും. അപ്പോൾ ഈ എത്തനോൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഇവിടെ വരും. അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ അതുമൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയ ഒരു മീറ്റിംഗ് ആണ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിൽ വ്യക്തമായ കത്തിൽ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു എത്തനോൾ ഫാക്ടറി ഒയാസിസ് എന്ന പറയുന്ന ഒരു കമ്പനി ഇവിടെ നിർമ്മിക്കും. ആ സ്ഥലം ഉൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങൾ ആ കത്തിലുണ്ട് താനും. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരം അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അന്ന് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തത്. തുടർന്ന് സെക്രട്ടറി ഈ വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തില്ല. ഇതോടുകൂടിയാണ് ഈ വിവരത്തെക്കുറിച്ച് കാര്യമായ ഒരു അറിവൊന്നും തന്നെ പഞ്ചായത്തിന് ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉൾപ്പെടെ പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി തന്നോട് ഈ വിവരത്തെക്കുറിച്ച് കാര്യമായി ഈ മീറ്റിംഗിനെ കുറിച്ചൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് തങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാതെ പോയത് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഏതായാലും കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്തിൽ അവർ ഏറ്റവും അധികം ചൂണ്ടിക്കാട്ടിയ കാര്യം തങ്ങൾക്ക് ഈ വിവരം അറിയില്ല. ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഈ സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തത വന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനും ഒരു കൊല്ലം മുൻപാണ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത് എന്നുള്ളതാണ് വളരെയധികം പ്രധാനം.